ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയോട് രേവതി പറയും, ഇന്നലെ പ്രേതത്തിന്റെ ശബ്ദം ഉണ്ടാക്കി അമ്മയെ വർഷ പേടിപ്പിച്ചായിരുന്നു. എന്നിട്ട് പേടിച്ചോ രേവതി? പിന്നെ പേടിച്ചങ്ങ് വിറച്ചു. എനിക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഒരുപാട് ദൂരം കാർ ഓടിച്ചതല്ലേ, കയ്യും കാലും നടുവും ഒക്കെ വേദനിക്കുന്നു രേവതി. ഞാനൊന്ന് കുളിക്കട്ടെ, കുറച്ച് ആശ്വാസം കിട്ടും. സച്ചേട്ടാ നിൽക്ക്, ഞാൻ പോയി എണ്ണ ചൂടാക്കിയിട്ട് വരാം, അത് തേച്ച് കുളിച്ചാൽ വേദനയൊക്കെ പറവറക്കും എന്നും പറഞ്ഞ് രേവതി അങ്ങ് പോകുക. അതേസമയം നമ്മുടെ വർഷ ഫ്രണ്ടിന്റെ കൂടെ പോയിട്ട് ശ്രീകാന്തിന് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ റൂമിലിരിക്കുന്ന ശ്രീകാന്തിന്റെ അടുത്തേക്ക് വർഷ ചെന്നിട്ട് പറയും, ശ്രീകാന്തേ ഇതാ നിനക്കുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതൊരു ടീഷർട്ട് ആയിരിക്കും കേട്ടോ, പച്ച ടീഷർട്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കും, നീ എൻ്റെ ഭാര്യ തന്നെയാണോടി? ഇതുപോലത്തെ ഒരു ഷർട്ട് നീ കഴിഞ്ഞ തവണ എനിക്ക് കൊണ്ടുവന്ന് തന്നല്ലോ. ഓ, എനിക്കതൊന്നും ഓർമ്മയില്ല. നീ എന്നെ തന്നെ മറക്കാതിരുന്ന ഭാഗ്യം. ഞാൻ ഇത് 5-6 തവണ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്, നമ്മൾ നനച്ച് വിരിച്ച് പുറത്തു ഇട്ടിട്ടുണ്ട്. നിനക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വർഷയ്ക്ക് മനസ്സിലാവും കേട്ടോ, ശ്രീകാന്തേ നീ എനിക്കത് എടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മെനക്കെടണ്ട. എനിക്ക് ആ ടീഷർട്ട് മനസ്സിലായി, പക്ഷേ ഇതിനേക്കാളും ഡാർക്കാണ് ആ ടീഷർട്ട്. പിന്നെ ഇതിന്റെ ക്ലോത്തിന് വ്യത്യാസം ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത്, ഏതായാലും ടീഷർട്ട് അല്ലേ, പോരാത്തതിന് ഇതിന്റെ കളർ എനിക്ക് തീരെ പറ്റിയിട്ടില്ല എന്ന് ശ്രീകാന്ത് പറയുന്ന സമയത്ത് നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം പിടിക്കൂട്ടോ. അതിങ്ങ് തന്നെ ഓടാ അവിടുന്ന്, നീ ഇത് ഇടണ്ട, ഞാനേ ഇത് നാളെ തന്നെ കടക്കാരന് തിരിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞ് വാങ്ങി വെക്കുക. വർഷയെ അങ്ങ് കെട്ടിപ്പിടിക്കൂട്ടോ. എൻ്റെ പൊന്നെ പിണങ്ങല്ലേ എന്നൊക്കെ പറയുമ്പോൾ, വിട്, ഞാനേ ഇപ്പോൾ ഇങ്ങോട്ട് വരരുതായിരുന്നു, നിന്നെ കണ്ടാലേ എനിക്ക് പ്രഷർ കൂടും, ഞാൻ സ്റ്റുഡിയോയിലേക്ക് തന്നെ തിരിച്ചു പോകുകയെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പിടിച്ചു നിർത്താനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഭയങ്കര സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. ആ പോക്ക് പോകുന്നത് നേരെ നമ്മുടെ രേവതിയെ പോയി ഇടിക്കുക. രേവതിയുടെ കയ്യിലാണെങ്കിൽ സച്ചിക്കുള്ള ആ ഒരു എണ്ണയും ഉണ്ട്, അതങ്ങ് തട്ടി താഴെ വീഴാണ്. അയ്യോ സോറി ചേച്ചി, ഞാൻ കണ്ടില്ല. എൻ്റെ വർഷേ നീ ഇങ്ങനെ ട്രെയിൻ പോകുന്ന രീതിയിൽ വന്നാലോ, സച്ചേട്ടന് ഉണ്ടാക്കിയ എണ്ണയാ അത്. അയ്യോ ചേച്ചി ഞാൻ കണ്ടില്ല, ഒരു ലൂസൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്തു, അതാ പെട്ടെന്ന് ഇങ്ങ് വന്നത്. എണ്ണയൊക്കെ താഴെ പോയല്ലോ ചേച്ചി, ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, അത് സാരല്ല വർഷേ, എണ്ണ വേറെയുണ്ടല്ലോ, ഞാൻ എടുത്ത് ചൂടാക്കിക്കോളാം, മോപ്പ് എടുത്ത് കൊണ്ടുപോവാ ചേച്ചി, ഞാൻ തന്നെ ഇത് ക്ലീൻ ചെയ്തോളാം, എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വർഷയോട് നമ്മുടെ രേവതി പറയും, അത് മോപ്പ് വെച്ചല്ല, തുണി വെച്ചാൽ തുടച്ചെടുക്കേണ്ടത്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങ് പോകുവാണ് കേട്ടോ. എന്നിട്ട് വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്, അതിൽ തെന്നി വീഴണ്ട, ശ്രദ്ധിക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ആ സമയത്ത് റൂമിലാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ കേട്ടോ ശ്രീകാന്ത്. അയ്യോ അവളെ ഇറിറ്റേറ്റ് ചെയ്യേണ്ടായിരുന്നു, അവൾ സ്റ്റുഡിയോയിൽ പോയി വരുമ്പോൾ ആ ടീഷർട്ട് ഇട്ട് നിൽക്കുക, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ ചിരിച്ചെണീക്കുമ്പോൾ വർഷ കാണും കേട്ടോ പിറകില്. നീ പോയില്ലേ? ഞാൻ പോയെങ്കിൽ ഇവിടെ നിൽക്കോ? അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് മനസ്സിലായല്ലേ? എന്നോടുള്ള ദേഷ്യമൊക്കെ നിനക്ക് മാറിയിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, നിന്നോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല. കാരണം ഞാൻ ആ രേവതി ചേച്ചിയെ പോയി ഇടിച്ചു, ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന എണ്ണയൊക്കെ താഴെ വീണു, എല്ലാത്തിനും കാരണം നീയാണ് എന്ന് പറയുമ്പോൾ, ഓ അതൊക്കെ വീട് എൻ്റെ വർഷേ എന്നും പറഞ്ഞാൽ തോളിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിന്റെ പിണക്കൊക്കെ മാറിയില്ലേ? ഇല്ല 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 എന്ന് പറയട്ടോ, എല്ലാത്തിനും കാരണം നീയാണ് എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ സ്റ്റുഡിയോയിൽ പോയി വരുമ്പോഴേക്കും ആ ടീഷർട്ട് ഇട്ട് നിൽക്കണം എന്നൊക്കെ കരുതിയതാ, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നീ ഇങ്ങ് വന്നപ്പോൾ എനിക്ക് ടീഷർട്ട് ഇടാനും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ പറയും, ഇനി എങ്ങാനും നീ ആ ടീഷർട്ടിൽ തൊട്ടാലിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുവാണ് കേട്ടോ. ആ സമയത്തായിരിക്കും നമ്മുടെ ചന്ദ്ര രേവതിയെ അന്വേഷിച്ച് വരുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ആ എണ്ണയിൽ വഴുതി അങ്ങ് വീഴാണ്. അയ്യോ എൻ്റെ നടു പോയേ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തും വർഷയും സച്ചിയും സുധിയും ശ്രുതിയും എല്ലാവരും കൂടി ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ ബക്കറ്റും തുണിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് തുടയ്ക്കാനായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ അയ്യോ എന്ന് പറയാണ്, ഇവളെന്നെ കരുതിക്കൂട്ടി കൊല്ലാൻ വേണ്ടി നോക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയും, നിങ്ങൾക്ക് അവളെ വഴക്ക് പറയാതെ ഇരിക്കാൻ പറ്റില്ല അല്ലേ? എടാ ഞാൻ വീഴാൻ വേണ്ടിയിട്ട് ഇവിടെ എണ്ണ ഒഴിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, അത് ചേച്ചി കരുതിക്കൂട്ടി എണ്ണ ഒഴിച്ചതൊന്നുമല്ല, അത് ഞാൻ ചേച്ചിയെ ചെന്ന് ഇടിച്ചു, അപ്പൊ അറിയാതെ കയ്യിൽ നിന്ന് എണ്ണ വഴുതി വീണതാ എന്ന് പറയുമ്പോഴും നമ്മുടെ ചന്ദ്ര പറയും, അതൊന്നല്ല, നീയൊക്കെ കള്ളം പറയാ, ഇന്നലെ എന്നെ പേടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി നോക്കി, ഇന്നിപ്പോ തറയിൽ എണ്ണ ഒഴിച്ച് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കി, എല്ലാം നീ കരുതിക്കൂട്ടി ചെയ്തതല്ലേടി എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, അയ്യോ അമ്മേ ഞാൻ അങ്ങനെ കരുതിക്കൂട്ടി ഒന്നും ചെയ്തതല്ല, അബദ്ധത്തിൽ താഴെ എണ്ണ വീണതാ, അത് തുടയ്ക്കാനാണ് ഞാൻ തുണി എടുത്തോണ്ട് വരുന്നതെന്ന് പറയുമ്പോൾ, അതൊന്നല്ല, നീ കള്ളം പറയാണ് എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മളെ സുധിയും സപ്പോർട്ട് ചെയ്യാട്ടോ ചന്ദ്രയെ.
ഇത് കരുതിക്കുട്ടി കൊല്ലാനുള്ള ശ്രമം തന്നെയാണ്. ഇപ്പോൾ കേസ് കൊടുത്താലേ ഇവളിപ്പോൾ ജയിലിലാന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിക്ക് അങ്ങ് ദേഷ്യം പിടിക്കും. എന്നാൽ പിന്നെ പോയി കേസ് കൊടുക്കടാന്ന് പറയണേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയും, അമ്മ ഇവിടെ വന്ന് വഴുതി വീണതാ, എന്നിട്ട് ഇന്റർനാഷണൽ കേസ് എന്ന രീതിയിലാണല്ലോ സുധിച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയും, അവനെ അമ്മയോട് ഭയങ്കര സ്നേഹാന്ന് കാണിക്കാനാടാന്ന് പറയാണേ. അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം പിടിച്ചൊരു ശ്രുതി എണീറ്റ് എന്ന് പറയും, എനിക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമാണ്, അത് പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് സ്നേഹമൊന്നും ഇല്ലല്ലോ എന്ന് സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയും, സ്നേഹം ഉള്ളതുകൊണ്ടാടാ വീണപ്പോൾ തന്നെ കൈ പിടിച്ച് എണീക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്, നീ എന്താ ചെയ്തത്, നീ അവിടെ നിന്ന് വർത്താനം പറയല്ലേന്ന്. അപ്പോൾ വാ അമ്മ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ചന്ദ്ര പതുക്കെ എഴുന്നേറ്റതും ശ്രുതിയുടെ മേലേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ. അയ്യോ എൻ്റെ കാലമ്മേ എണീക്ക് എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ എഴുന്നേൽക്കാനും പറ്റുന്നില്ല തടി കൊണ്ട്. ശ്രുതി എണീപ്പിക്കടി, എടാ സച്ചി നോക്കി നിൽക്കാതെ എഴുന്നേൽപ്പിക്ക് എന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഞാനേ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയേ, ഇവൻ കാരണം അമ്മ ഒന്നും കൂടി വീണു, ഇവൻ കാരണേ പണ്ട് തൊട്ടേ നിങ്ങൾ ദുരിതം അനുഭവിക്കുക, അന്ന് ആ 50 ലക്ഷം തരാന്ന് പറഞ്ഞിട്ട് കൈ തൊട്ട് സത്യം ചെയ്തില്ലേ, അതൊക്കെ അവൻ മറന്നുപോയി, ഇവൻ കാരണം നിങ്ങൾക്ക് ഇനിയും ദുരിതം ഉണ്ടാവും എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ, ശ്രുതി എൻ്റെ കാല്, ശ്രുതി പിടിക്ക് ശ്രുതി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ അന്നേരം ചന്ദ്രയെ പിടിച്ച് നിൽക്കുകയായിരിക്കും കേട്ടോ. പെട്ടെന്ന് ചന്ദ്രയെ അങ്ങ് വിട്ടിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. അങ്ങനെ എല്ലാത്തിനെയും പൊക്കിയിട്ട് റൂമിൽ കൊണ്ടുപോയിടുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കാലിലിങ്ങനെ ഒഴിയാ. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ബാമും കൊണ്ടുവരുന്നുണ്ട്. ഇത് പുരട്ടിയാൽ പെട്ടെന്ന് മാറും ആൻറ്റി, എല്ലൊന്നും പൊട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ആണോ ശ്രുതി, എങ്കിൽ ആദ്യം എനിക്ക് പറ്റി തന്നിട്ട് മതി അമ്മയ്ക്ക് എന്ന് പറയാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി പറയും, ശ്രുതിക്ക് അതിന് മാത്രം ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ചന്ദ്രയ്ക്ക് കാലിലിങ്ങനെ ബാമ് തേച്ച് കൊടുക്കുകയാണേ. അപ്പോൾ തന്നെ പറയുന്നുണ്ട്, ആ പൂക്കാരി ഇവിടെ വലതുകാല് വെച്ച് കയറിയത് തന്നെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വർഷം വരുമ്പോൾ തന്നെ രേവതിയെ കുറ്റം പറയുന്നതാണ് കേട്ടോ കേൾക്കുന്നത്. ആൻറ്റി, ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നിങ്ങളോട് രേവതി ചേച്ചിയെ കുറ്റം പറയണ്ടെന്ന്, ഞാൻ കാരണമാണ് അത് സംഭവിച്ചതെന്ന്, എന്നിട്ടും ആൻറ്റിക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയും, എന്താ പക്ഷേ നിന്റെ ശബ്ദം കൂടുന്നുണ്ടല്ലോ എന്ന്. ചേച്ചി അങ്ങനെ കരുതിക്കൂട്ടി ചെയ്തതൊന്നുമല്ല, എത്ര തവണ നിങ്ങളോട് പറയണം അവരെന്നെ സ്വന്തം അനിയത്തിയെ പോലെ കരുതുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയും, വർഷേ നീ അവളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവൾ ഇത്ര ആടുന്നത് എന്ന് പറയും. ഞാൻ സപ്പോർട്ട് ചെയ്യും, അവരെൻ്റെ ചേച്ചിയാണ്. ചേട്ടൻ പറയുന്നത് പോലെ നിങ്ങൾ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കാൻ നടക്കുക ചേച്ചിയെ വഴക്ക് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അവരെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം കിട്ടില്ല അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ഞെട്ടി പോവാണ്ടവരെല്ലാവരും കൂടി നീ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വർഷം അങ്ങ് പോകുന്നത്. അപ്പോഴേക്കും ആ ദേഷ്യത്തിൽ നമ്മുടെ ചന്ദ്ര അവിടുന്ന് എഴുന്നേൽക്കുവേ, ഇടി നിക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട്. കാലിന് ഇങ്ങനെ പരിക്കൊക്കെ പറ്റിയത് ഓർമ്മ ഉണ്ടാവില്ല. അയ്യോ എൻ്റെ കലയെന്ന് പറഞ്ഞിട്ട് വീണ്ടും കട്ടിലേക്ക് തന്നെ ഇരിക്കുകയാണ്. ആ കിട്ടിയ ചാൻസ് നമ്മുടെ ശ്രുതി നല്ല വിനിയോഗിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ വർഷം എന്തൊക്കെയാ ആൻറ്റിയെ പറഞ്ഞത്, അല്ലെങ്കിൽ തന്നെ രേവതിയെ എന്തിനാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവർ ഇന്നലെ നമ്മളെ രണ്ടുപേരെയും പേടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി നോക്കി, ഇന്നിപ്പോൾ എണ്ണയൊഴിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കി. അവരുടെ 2 പേരുടെയും മനസ്സിൽ എന്താണെന്നൊന്നും അറിയില്ലല്ലോ, നമ്മൾ കരുതിയിരിക്കണം അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ചന്ദ്രയ്ക്കാണെങ്കിൽ ദേഷ്യം പിടിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്ര പറയും, വർഷ രേവതിക്കൊപ്പം കിടന്ന ആടാണ്, രണ്ടിനെ 2 വഴിക്കാക്കണം, അതിനുള്ള പണിയാണ് ഇനി അടുത്തത് നോക്കേണ്ടത് എന്നൊക്കെ പറയാൻ കേട്ടോ നമ്മുടെ ശ്രുതിയുടെ അടുത്ത്. ശ്രുതിക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി ആണെങ്കിൽ ചന്ദ്രയ്ക്ക് ചൂട് പിടിക്കാനുള്ള ഒരു കിഴിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതും കണ്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി വരുന്നത്. ഒരു ചായേ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ചായ ഉണ്ടാക്കി തരാവേ, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരക്കിട്ട പണിയിലാട്ടോ നമ്മുടെ രേവതി. അപ്പോഴായിരിക്കും നമ്മുടെ സച്ചിയുടെ കണ്ണിൽ പെടുന്നത് കേട്ടോ ആ കിഴി. ഇതെന്താ പടക്കിഴിയോ, ഏത് മഹാരാജാവാ നിനക്ക് തന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ സച്ചിയേട്ടാ ഇത് കിഴിയാണ്, ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് കാലിന് നല്ല വേദനയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അവർക്ക് ചൂട് പിടിക്കാനാ, അവരെ ചൂടിലല്ലേ, പിന്നെ അവർക്ക് പ്രത്യേകിച്ച് എന്തിനാ ചൂട് പിടിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയും, കാലിന് നല്ല വേദന ഉണ്ട് സച്ചിയേട്ടാ, അതുകൊണ്ട് ചൂട് പിടിച്ചു കൊടുക്കാൻ. നിന്നോട് അങ്ങനെ പറഞ്ഞവര് നീ ചെന്ന് ചൂട് പിടിച്ചു കൊടുക്കണമെന്ന്? അതില്ല രേവതി, നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല അല്ലേ, എന്നോടല്ലേ അവർ നേരത്തെ പറഞ്ഞത് നീ കരുതിക്കൂട്ടി ഓരോന്ന് ചെയ്തു വെച്ചതാ വീഴ്ത്താൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചാന്നൊക്കെ. അമ്മ എന്ത് ആണെങ്കിലും പറഞ്ഞോട്ടെ സച്ചേട്ടാ, എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് പറയണേ. നീ ഇതും കൊണ്ട് ചെല്ലേ, ഈ കിഴിയും കൊണ്ട് നിന്നെ മുഖത്ത് വെച്ചേരെന്ന് പറയുമ്പോൾ, അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയണേ. ഇല്ല ചെയ്യില്ല, നീ ഇതും കൊണ്ട് ചെല്ലുമ്പോൾ എൻ്റെ മരുമോളുടെ സ്നേഹം കണ്ടോ എന്ന് പറഞ്ഞ് നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ അങ്ങ് തരും, ഒന്ന് പോടി അവിടുന്ന് എന്ന് പറയാൻ കേട്ടോ സച്ചി.